പ്രൈസ് ലോർഡ്. ബൈബിൾ വചനങ്ങളിലൂടെ 1 മക്കബയർ 1-ാം അധ്യായത്തിലെ 25-ാം വചനം, ഇസ്രായേലിയരെല്ലാം തീവ്ര ദുഃഖത്തിലാണ്ടുകൊണ്ട്. പ്രിയ സഹോദരങ്ങളെ, പണ്ട് നടന്ന സംഭവം ബൈബിളിൽ വായിക്കുമ്പോൾ നമുക്ക് വേദന വരുന്നു. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലിൽ ആരെങ്കിലും ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ അത് അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തികളുടെ ഫലമായിട്ടാണ്. അന്ത്യോക്കസ് എപ്പിഫാനസ് എന്ന രാജാവ്, അവൻ്റെ കാലത്താണ് തുടക്കം കാണിക്കുന്നത്. അവൻ ഈജിപ്ത് ദേശമെല്ലാം പിടിച്ചടക്കി ഇസ്രായേലിനെ വരുതിക്കുള്ളിലാക്കി. ഇസ്രായേലിലെ ജനങ്ങളെ അവർ കൊള്ളയടിച്ചു. അതെങ്ങനെയെന്ന് വെച്ചാൽ ചതിവായിട്ട് അവരോട് സംസാരിച്ചു, സമാധാനപൂർവ്വം. അവരുടെ പ്രവൃത്തിയാണത്. എപ്പിഫാനസ് എന്ന് പറയുന്ന ആ രാജാവ് ചതിവായിട്ട് സമാധാനപൂർവ്വം സംസാരിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്നൊരു കടന്നാക്രമണം. ആ ആക്രമണത്തിൽ അവരെ സകലതും നശിപ്പിച്ചു. അന്ന് അക്കാലത്ത് വീടുകൾ, അവരുടെ എല്ലാ സമ്പത്തുകളും, അവരുടെ സ്ത്രീകളെയെല്ലാം കുട്ടികളെയെല്ലാം തടവിലാക്കി. കുറേ പേരെ കൊന്നൊടുക്കി, ചിതറി ഓടി പലരും. എന്നിട്ടും പിന്തിരിഞ്ഞ ശേഷം ഇസ്രായേലിലെ ചിലരെ, കുറച്ച് പേര് അവരുടെ ജീവനിൽ പേടിച്ചുകൊണ്ട്, അവർക്ക് ജീവൻ വേണമെന്നുള്ളൊരാഗ്രഹം കൊണ്ടിട്ട് കുറച്ച് പേര് അവരോട് കൂടി ചേർന്നു. അവർ തിന്മ പ്രവർത്തിക്കാൻ തുടങ്ങി. അക്കാലത്ത് സാപത്താചരിക്കണം, പരിച്ഛേദനമൊക്കെ ചെയ്യണമായിരുന്നു. മ്ലേച്ഛമായ മാംസങ്ങളും, അതായത് ചെതമ്പലുള്ള മത്സ്യങ്ങളെ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ആ കാലത്ത് ചെതമ്പലുള്ള ചെതമ്പലില്ലാത്ത മത്സ്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. അതുപോലെ മൃഗങ്ങളെ, കന്നുകാലികളെ, അത് ഇരട്ട കുഴമ്പുള്ളതും അയവിറക്കുന്നതുമായ അതിനെ കഴിക്കാൻ പാടുള്ളൂ. ഇവരെ കൊണ്ട് എപ്പിഫാനസ് എന്ന് പറഞ്ഞ രാജാവ് അല്ലാത്ത എല്ലാ മൃഗങ്ങളെയും മത്സ്യങ്ങളെയും തിന്നാൻ പാടില്ലാത്ത എല്ലാ സാധനവും കൊണ്ട് അവരെ തീറ്റിപ്പിച്ചു. മ്ലേച്ഛരാക്കി, മലിനരാക്കി. ജെറുസലേം ദേവാലയം അവർ കൈയടക്കിക്കൊണ്ട്, വിശുദ്ധ സ്ഥലമെല്ലാം അവർ മ്ലേച്ഛതയാലും നിറഞ്ഞു. എന്തൊരു കഷ്ടമാണെന്ന് പറയണം. അന്ന് സംഭവിച്ചതാണ്. അക്കാലത്ത് ഇന്നും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിനെ അവരവസരം കൊടുക്കുന്നില്ല. ഇന്ന് അതിനവർ ശക്തി ആർജിച്ച് അവർ എതിർത്തുകൊണ്ടിരിക്കുന്നു എല്ലാ കാര്യങ്ങളിലും. അന്ന് ഈ രാജാവ് യഹൂദരുടെ സ്ത്രീകളെ, ഇസ്രായേലിലെ സ്ത്രീകളെ തടവിലാക്കിക്കൊണ്ട് അവരെ കുഞ്ഞുങ്ങളെ കഴുത്തിൽ ഒന്നുകൊണ്ട് തൂക്കിയിടുമായിരുന്നു. എന്ത് ക്രൂരത! ക്രൂരം, കഠോരം, ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, അവർ ദൈവമേ എന്ന് വിളിച്ചവരെല്ലാവരും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പലരും തൻ്റെ ജീവനെ പേടി കൂടാതെ അവരെ നേരിട്ടു. കുറേ പേര് അവരോട് കൂടി ചേർന്ന് മലിനമായി തീർന്നു. അതുകൊണ്ട് തിന്മ അവിടെ ആറാടിക്കൊണ്ടിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവം
നിഷ്ഠൂരത, ക്രൂരത, കാഠിന്യമേറിയ ആ ഒരു സംഭവം നമ്മൾ കാണിച്ചിരുന്നു. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അന്യായമായിട്ട് ആരുടെയെങ്കിലും അതിർത്തിയിലോ ആരുടെയെങ്കിലും ജീവിതത്തിലോ ആരുടെയെങ്കിലുമൊക്കെ രാജ്യത്തിലോ നമ്മൾ കടന്നുകൂടി മ്ലേച്ഛത കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ജെറുസലേം ദേവാലയം സേവൂസിൻ്റെ ക്ഷേത്രമാക്കി എന്ന് പറയണം. അവിടെ കാവുകൾ എന്നൊക്കെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാവുകൾ, ഈ സേവൂസിൻ്റെ പ്രതിമകൾ, അങ്ങനെയുള്ള പ്രതിമകളൊക്കെ ഉണ്ടാക്കി. എത്രയോ കടവരം. നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട്, ഇസ്രായേലിലെല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും സമാധാനപരമായിട്ട് അവരെ യുദ്ധത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ നിന്നും മോചിതരായി അവരെ ഇനി ആരും ഉപദ്രവിക്കാത്ത രീതിയിൽ ചെന്നെത്തുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.